ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും US ഉത്തരവാദിത്തം ഏൽക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. Military maneuver. It's relatively safe, but you need a lot of help in the sense of you need ships, you need volume. And NATO could help us, but they so far haven't had the courage to do so. And others could help us, but we don't use it. At a certain point, it'll open itself. The strait itself is, we're doing a good job, but it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved. ഇതിനിടെ US-ന് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടൻ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ലി പറഞ്ഞു. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേനിയും വ്യക്തമാക്കി. ആഗോള ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ US ഇറാന്റെ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്ന ഉപരോധം പിൻവലിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ട്രംപ് പറയുന്നത് തങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു, ഇറാനെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നാണ്. അതായത് ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയെന്നാണോ അമേരിക്കയുടെ അവകാശവാദം, അതോ ഇറാൻ്റെ പ്രതിരോധം കാരണം യുദ്ധം അവസാനിപ്പിച്ച് പിൻവാങ്ങുകയാണോ? ടോം, ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണെങ്കിലും മുൻപ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണെങ്കിലും അതിനെല്ലാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴിയാണ് നിലവിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുമുണ്ട് അമേരിക്കയുടെ നേട്ടങ്ങൾ. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു സൂചിപ്പിക്കുന്നത് ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി അത് പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇല്ലാതാക്കി, ഡ്രോൺ സംവിധാനവും തകർത്തു. പിന്നെ ഇറാന്റെ പ്രതിരോധ വ്യവസായ മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇനി ഇവർക്ക് ദീർഘദൂര മിസൈലുകൾ അല്ലെങ്കിൽ അത്തരം മറ്റ് പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നേവി, എയർഫോഴ്സ്, ആൻറ്റി എയർക്രാഫ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഇവയെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ സംവിധാനങ്ങളും തകർത്തതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതും US-ന്റെ ഒരു അറിവോ സമ്മതമോ ഇല്ലാതെ ഇറാൻ ഇനി ഭാവിയിലാണെങ്കിലും ഒരു ആണവ നിലയം, ഒരു ആണവായുധം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് നിലവിൽ തൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന കാര്യം. മാത്രമല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഇസ്രായേലാണെങ്കിലും അതുപോലെ UAE, ഖത്തർ, ഒമാൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് നിലവിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യം പറയുമ്പോഴും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ജെറുസലേമിൽ ഇപ്പോൾ നിരവധി ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഇന്ന് രാവിലെ മാത്രം 3 മണിക്കൂറിനിടെ 36 ഡ്രോണുകളാണ് നശിപ്പിച്ചത്. ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ നിലപാട് വ്യക്തമാക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരു വ്യവസായവും അതുപോലെ തന്നെ യാതൊരു ഇറക്കുമതിയും നടത്തുന്നില്ല. ഈ ഹോർമുസ് കടലിടുക്ക് വഴി കച്ചവടം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളാണ്, പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പോൾ ഹോർമുസിൻ്റെ സുരക്ഷ ആ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് അവർ ഏറ്റെടുക്കണമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യം അമേരിക്ക വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരാം, അല്ലാതെ പൂർണ്ണമായിട്ടും ഹോർമുസിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിൽ അദ്ദേഹത്തിന്റെ മുൻവാദങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോർമുസ് വഴി ഗതാഗതം നടത്തുന്ന കപ്പലുകൾക്ക് അമേരിക്ക അകമ്പടി നൽകും, അമേരിക്ക ഇവിടെയുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നാണ്. ഇപ്പോൾ ട്രംപ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ഈ ഹോർമുസിന്റെ സുരക്ഷ ഇതുവഴി വ്യാപാരം നടത്തുന്ന
രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല ഈ ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വല്ലാതെ കുതിച്ചുയരുന്ന അവസ്ഥയുണ്ട്. ഇതിന് പ്രധാനമായിട്ടും കാരണം ഈ ഹോർമുസ് വഴിയുള്ള ഗതാഗതം അത് നിലച്ചത് കാരണം തന്നെയാണ്. ഇപ്പോൾ അതിനൊരു താൽക്കാലിക പരിഹാരമായി ട്രംപ് മറ്റൊരു നിലപാട് കൂടി എടുത്തിട്ടുണ്ട്. ഇറാൻ്റെ ക്രൂഡ് ഓയിലിന് അമേരിക്ക ഇതിനു മുൻപേ കടുത്ത ഉപരോധങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കുകയും അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തുക തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്ക ആ ഉപരോധം താൽക്കാലികമായി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇതിനു മുൻപേ റഷ്യൻ ക്രൂഡ് ഓയിലിനുള്ള ഉപരോധം എടുത്തു കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ ക്രൂഡ് ഓയിലിന് മേലുള്ള ഉപരോധം കൂടി എടുത്തു കളയാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണ് ഈ നടപടി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് കാരണം സമുദ്രത്തിൻ്റെ പല മേഖലകളിൽ പല കപ്പലുകളായി കെട്ടിക്കിടക്കുന്ന 140 മില്യൺ ക്രൂഡ് ഓയിൽ, ഇറാൻ്റെ ക്രൂഡ് ഓയിൽ അത് വിവിധ രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടും. അപ്പോൾ ഇത് ഈ ക്രൂഡ് ഓയിലിൻ്റെ കുതിച്ചുയരുന്ന വില താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് കുറയാൻ സഹായകരമാകും. ഇത് ഇന്ത്യക്കുൾപ്പെടെ പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ശുഭപ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാക്കുകൾ, അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങളായി നമുക്ക് ലഭിക്കുന്നത്. അവരുടെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനേയി അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്നാണ്. മാത്രമല്ല അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത് ചില അയൽ രാജ്യങ്ങൾ ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള ഒമാൻ അതുപോലെ തുർക്കി അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ചില വ്യാജ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇസ്രായേലാണ്, അല്ലാതെ ഇറാൻ അല്ല എന്ന് മുജിതബ ഖമനേയി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, മുതിർന്ന ചില നേതാക്കളെ കൊലപ്പെടുത്തിയതുകൊണ്ട് ഇറാനിലെ ജനങ്ങളുടെ ആത്മധൈര്യം കെടുത്താമെന്ന് ഒരിക്കലും ശത്രുക്കൾ കരുതരുത് എന്നും മുജിതബ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിട്ടാണിത് മാധ്യമങ്ങൾ വഴി പുറത്തു വന്നത്. ഒരു എഴുതിക്കൊടുത്ത പ്രസ്താവനയായിരുന്നു. അല്ലാതെ മുജിതബ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഇത് അദ്ദേഹത്തിന് പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് നിലവിലെ ഈ നടപടി കൂടി. മാത്രമല്ല ഇപ്പോൾ നിലവിൽ മറ്റൊരു തീർച്ചയായും അതിനിടെ ഈ ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം US UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളമായിട്ടുള്ള ദ്വീപാണ് ഡീഗോ ഗാർഷ്യയിലേക്കാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഈ പരമോന്നത നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആക്രമണം എന്ന് പറയുന്നത് ബാഗ്ദാദിലുള്ള US-ന്റെ ഒരു നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. അതീവ സുരക്ഷാ മേഖലയായിരുന്നു. ഇവിടേക്ക് ഒരു മിസൈൽ അവശിഷ്ടം വന്ന് വീണ് പതിച്ച് വലിയ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടാവുകയായിരുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ നേരത്തെ തന്നെ ഈ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒഴിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് മറ്റൊരു വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത് റിയാദിൽ നിന്നാണ്. അവിടെ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള രവി ഗോപാലാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നത്. മറ്റ് നിരവധി രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. UAE ഒക്കെ ഇന്ന് രാവിലെ ഉൾപ്പെടെ നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു. സൗദി അറേബ്യ 36 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ബഹ്റൈനിലും ആക്രമണം ശക്തമാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ IRGC നിലവിൽ ഈ മുജിതബ ഖമനേയുടെ പ്രസ്താവനയ്ക്ക് ശേഷം പറഞ്ഞത് തങ്ങളുടെ 77ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ്. ഇതനുസരിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലുള്ള 55 ഇടങ്ങളിലുള്ള US-ന്റെയും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എന്നാണ് IRGC പുറത്തുവിട്ടിട്ടുള്ള വിവരം. മാത്രമല്ല ഇപ്പോൾ ബ്രിട്ടൻ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ US-ന് ഉപയോഗിക്കാം എന്നൊരു അനുമതി കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ സംയുക്ത സൈനിക കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ ബ്രിട്ടൻ്റെ ഒരു സൈനിക കേന്ദ്രമായിട്ടുള്ള സൈപ്രസ് ദ്വീപിന് നേരെ ഇറാൻ്റെ ആക്രമണം നടന്നിരുന്നു. അന്ന് US-ന്റെ സൈനിക ഉപകരണങ്ങളും അതുപോലെ മറ്റ് ആയുധങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്നുള്ള സംശയത്തിലാണ് ഇറാൻ ആക്രമിച്ചത്. എന്നാൽ അന്ന് ബ്രിട്ടൻ US-ന് ഈ സൈനിക
താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ പുതുതായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ ബ്രിട്ടൻ ഭീഷണിയുമായി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് ബ്രിട്ടൻ ഒരു ഭീഷണി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബ്രിട്ടനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പൂർണ്ണമായിട്ടും എതിരാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമർ ഇത്തരമൊരു നീക്കം നടത്തിയതിലൂടെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം വന്നിട്ടുള്ളത്. എന്തായാലും ഈ സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ ആക്രമണം നടക്കുമെന്നത് അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിന് തുടർ പ്രതികരണമായി ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ട്രംപ് ഈ ബ്രിട്ടൻ ഈ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിൽ അത്ര തൃപ്തനല്ലാത്ത ഒരു മറുപടിയാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അവർ ഈ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല, ഇപ്പോൾ നൽകുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കരികിലെത്തി എന്നുള്ള തരത്തിലാണ് ട്രംപിൻ്റെ പരാമർശം കൂടി വന്നിരിക്കുന്നത്. അതിനിടെ ഇന്നലെ ഓഹരി വിപണിയിൽ ഒരു ചെറിയ കയറ്റമുണ്ടായിരുന്നു. അതോടൊപ്പം എണ്ണ വിലയിൽ ചില നിയന്ത്രണങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. സ്വർണ്ണവില കുറഞ്ഞിരുന്നു. പക്ഷേ ഇത് വീണ്ടും തിരിച്ചു കയറുന്നു. അതായത് ഓഹരി വിപണിയുടെ തകർച്ച ഉണ്ടാകുന്ന ചില സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. എണ്ണവില വീണ്ടും വർദ്ധിക്കുന്നു. സ്വർണത്തിന് വില തകരുന്ന സാഹചര്യം എന്താണ്? അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണോ വീണ്ടും വിപണിയെ അടക്കം ബാധിക്കുന്നത്? ആഗോളതലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുകൂടി അറിയണം. ഇപ്പോൾ നിലവിൽ ഈ കയറ്റിറക്കങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ്. ഈ ബ്രന്റ് ക്രൂഡ് ഓയിലിന് ഇന്ന് രാവിലെയുള്ള ഒരു വില എന്ന് പറയുന്നത് $112 പെർ ബാരൽ എന്നുള്ള കണക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. 112 ഇന്നത്തെ നിരക്കെന്ന് പറയുന്നത്. ഈ ക്രൂഡ് ഓയിലിന് വില ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്വർണത്തിൻ്റെ വില താഴേക്ക് വരുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അത് ഇപ്പോൾ നേരത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 40% മുകളിലുള്ള വർധനവാണ് നിലവിൽ തന്നെ ക്രൂഡ് ഓയിലിന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള കണക്കിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ക്രാഷ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഇത് പല വിദഗ്ധരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തന്നെയും ഈ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ പഴയ രീതിയിലാകുന്നതിന് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റ് കാര്യങ്ങൾ പഴയതുപോലെ ആകണമെങ്കിൽ അത് കുറച്ചുകൂടി സമയം എടുക്കുമെന്നാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗതാഗതം നടന്നാലും ആശ്വസിക്കാറായിട്ടില്ല. ഈ സ്ഥിതിഗതികൾ അത് പഴയതുപോലെ ആകണമെങ്കിൽ കൂടുതൽ സമയം തീർച്ചയായിട്ടും വേണ്ടിവരും. ഇപ്പോൾ ജപ്പാന്റെ ഒരു ചില വ്യാപാര കപ്പലുകൾ അത് ഹോർമുസ് വഴി ഗതാഗതം നടത്താൻ വേണ്ടി ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായി എടുത്ത് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജപ്പാൻ കഴിഞ്ഞ ദിവസം ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ഇപ്പോൾ UK, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ കൂടെ ഈ ഇറാന്റെ പ്രവൃത്തികളെ അപലപിച്ചുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവനയിൽ ജപ്പാനും ഭാഗമായിരുന്നു. മാത്രമല്ല ഹോർമുസ് വഴിയുള്ള ഗതാഗതം അത് സുരക്ഷിതമാക്കാൻ വേണ്ടി ജപ്പാന്റെ ഭാഗത്തു നിന്ന് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇറാൻ ജപ്പാന്റെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്താമെന്ന് ഒരു അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് തീർച്ചയായിട്ടും ജപ്പാൻ ഉൾപ്പെടെ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാലും അത് പൂർണ്ണമായിട്ടും ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയുടെ കാര്യമടക്കം പ്രതിസന്ധിയിലുണ്ട്. നിരവധി ഇന്ത്യൻ കപ്പലുകൾക്കടക്കം ഹോർമുസ് വഴി ഗതാഗതം നടത്തേണ്ട സ്ഥിതിയുണ്ട്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ ഇറാനോട് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരന്തര സമ്പർക്കം പുലർത്തുകയാണ്. എന്തായാലും ഈ ഇറാൻ ക്രൂഡ് ഓയിലിന് മേലുണ്ടായിരുന്ന ഉപരോധം പിൻവലിച്ചത് അത് ഇന്ത്യക്കടക്കം ഒരു ഗുണകരമാകാനുള്ള സാഹചര്യമുണ്ട്. ഈ ക്രൂഡ് ഓയിൽ വിലയടക്കം ക്രമാതീതമായി ഉയരുന്നതിൽ അതും ഒരു ആശ്വാസജനകമായിട്ടുള്ള ഫാക്ടർ ആയേക്കാം. വ്യക്തമാണ്. അജയ് സുധ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.